കീവ് മേഖലയിലെ ബോറിസ്പിൽ എന്ന സ്ഥലത്തിന് സമീപം ദീർഘദൂര ആളില്ലാ ആകാശവിമാനങ്ങൾ വിക്ഷേപിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹെവി ട്രക്കുകളുടെ ഒരു കൂട്ടത്തെ ദഹിപ്പിച്ച് റഷ്യയുടെ ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈൽ. റഷ്യ ഒന്നൊന്നായി കരുത്തൻ ആയുധങ്ങൾ പുറത്തെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഇസ്കന്ദർ ബാലിസ്റ്റിക് മിസൈലിന്റെ ഉപയോഗം. റഷ്യൻ സൈന്യം ഇസ്കന്ദർ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ പിന്നീട് അറിയിച്ചു. ലോഞ്ചറുകൾ ഘടിപ്പിച്ച 40 ട്രക്കുകൾ വരെ ആക്രമണത്തിൽ നശിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഈ പ്രദേശത്ത് നിന്ന് ദീർഘദൂര ഡ്രോൺ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഉക്രൈന്റെ കഴിവിനെ ഈ ആക്രമണം തകർത്തു. നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യയുടെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ബാധിക്കുന്നതിനാലാണ് ഡ്രോൺ വിക്ഷേപണ വാഹനങ്ങൾ ലക്ഷ്യമിടുന്നതിന് റഷ്യ കൂടുതൽ മുൻഗണന നൽകുന്നത്. ഉക്രൈനുമായി സമാധാന കരാറിലെത്താനുള്ള ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ട സാഹചര്യത്തിൽ സൈനിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ റഷ്യൻ ഭരണകൂടം വലിയ തോതിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. റഷ്യയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾ നൽകുന്ന വിവരങ്ങളനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളുടെ എല്ലാ ചട്ടക്കൂടുകളും തകർന്നിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഉക്രൈനിന്റെ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗം ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ലക്ഷ്യമിട്ട് ശക്തമായ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ റഷ്യ വർദ്ധിപ്പിക്കുകയാണ്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലകൾക്കും വിതരണ ശൃംഖലകൾക്കും നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളും മൂലം റഷ്യ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങി യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറല്ലെന്ന് വ്യക്തമാണ്. യുക്രൈന് പാശ്ചാത്യ സഖ്യകക്ഷികൾ ആയുധങ്ങളും രഹസ്യാന്വേഷണ വിവരങ്ങളും നൽകുന്നതിനാൽ ഈ യുദ്ധത്തെ നാറ്റോ രാജ്യങ്ങളുടെ നേരിട്ടുള്ള ആക്രമണമായിട്ടാണ് റഷ്യ കാണുന്നത്. നിലവിലുള്ള സംഘർഷം സൈനിക വർധനവിന്റെ അവസാന ഘട്ടമല്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉച്ചകോടിയിലെ ധാരണകളെ ആശ്രയിക്കുന്നത് റഷ്യൻ ഭരണകൂടം പൂർണ്ണമായും ഉപേക്ഷിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഴക്കൻ ഡൊനെറ്റ്സ്ക് മേഖല കീഴടക്കാൻ യുക്രൈനെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക നിർബന്ധിതരാകുന്നതായും വിവരങ്ങളുണ്ട്. എന്നാൽ ദീർഘകാലമായി റഷ്യൻ സൈന്യത്തിന് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഈ മേഖലയിലെ നഗരങ്ങൾ കൈമാറണമെന്ന ആവശ്യം യുക്രൈൻ നിരന്തരം നിരസിച്ചു. ആഗോളതലത്തിൽ നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ പുതിയ ആശയങ്ങൾ ആവശ്യമാണെന്ന് പാശ്ചാത്യ പ്രതിനിധികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ റഷ്യയിൽ സന്ദർശനം നടത്തിയിരുന്നെങ്കിലും തർക്കങ്ങളിൽ തീരുമാനമായില്ല. നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കരുതെന്ന് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇത്തരം സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. നയതന്ത്ര വഴികൾ അടഞ്ഞതോടെ തങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി കൂടുതൽ കടുത്ത സംഘർഷങ്ങൾ സൃഷ്ടിക്കുകയല്ലാതെ റഷ്യയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്ന അവസ്ഥയാണുള്ളത്. മുൻകാലങ്ങളിൽ റഷ്യ നടത്തിയ ചില വിട്ടുവീഴ്ചകൾ തങ്ങളുടെ നിലപാടിനെ ദുർബലപ്പെടുത്തിയെന്ന വിലയിരുത്തലിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത്. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ലോകവിപണിയിലേക്കുള്ള ധാന്യ വിതരണത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയും ഉയർത്തുന്നു. ഗോതമ്പ് കയറ്റുമതിയുടെ 4/1 വഹിക്കുന്ന 2 രാജ്യങ്ങളും വിളവെടുപ്പ് കാലത്ത് തന്നെ ആക്രമണങ്ങൾ നടത്തുന്നത് ലോകമെമ്പാടും ഭക്ഷ്യക്ഷാമത്തിന് വഴിവെച്ചേക്കാം. സംഘർഷം ശക്തിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അവസാന ആശ്രയമെന്ന നിലയിൽ റഷ്യ യുക്രൈനിൽ തന്ത്രപരമായ ആണവായുധങ്ങൾ ഉപയോഗിച്ചേക്കാം എന്ന സംശയവും ഉയരുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം നിലനിൽക്കുന്ന ആണവായുധ ഉപയോഗത്തിനെതിരായ ആഗോള വിലക്ക് ലംഘിക്കപ്പെടുമോ എന്ന ഭയം പാശ്ചാത്യ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നു. തന്ത്രപരമായ ആണവായുധങ്ങൾക്ക് വലിയ നഗരങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന ഭീമമായ ശേഷിയില്ലെങ്കിലും ഒരു പ്രത്യേക യുദ്ധകളത്തിലെ സൈനിക മുന്നേറ്റങ്ങളെ പൂർണ്ണമായി തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും. എന്നാൽ ഇവ ഉണ്ടാക്കുന്ന സ്ഫോടനവും ഭൂപ്രദേശങ്ങളെ വൻതോതിൽ മലിനമാക്കും. എങ്കിലും റഷ്യ നിലവിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തയ്യാറെടുക്കുന്നതായി വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ ആരംഭിച്ച സൈനിക നീക്കം വർഷങ്ങൾ പിന്നിടുമ്പോഴും അവസാനമില്ലാതെ തുടരുന്നത് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.